വളരെ പ്രധാനപ്പെട്ട ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാവുകയും വളരെ തരംഗമാവുകയും ചെയ്തൊരു വിഷയമുണ്ട്. അത് UDFന്റെ 2011-16 കാലഘട്ടത്തിലെ ഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റാണ്. മറക്കാതിരിക്കാം ആ ഇരുണ്ട UDF കാലം എന്ന ടാഗ്ലൈനിൽ www.irundakalam.com എന്നൊരു വെബ്സൈറ്റാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത്. നമ്മൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അഴിമതികൾ, അന്ന് നേരിടേണ്ടി വന്ന ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സമഗ്രമായി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇന്ന് വയ്ക്കുന്നത് ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക്, ഓരോ മലയാളിയും നാണം കെട്ട് തലകുരിച്ചു നിന്ന ആ അഴിമതിയുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. മറക്കാമോ ആ ഇരുണ്ട കാലം? UDFന്റെ ഭരണകാലം ഓർമ്മപ്പെടുത്തി വെബ്സൈറ്റ്. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിക്കുളിച്ച 2011-16 കാലത്തെ UDF സർക്കാരിന്റെ ഭരണം ഓർമ്മപ്പെടുത്തിയാണ് ആ വെബ്സൈറ്റ് വന്നിരിക്കുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ അത് തരംഗമാണ്, ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആദിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ആ ഇരുണ്ട കാലത്തെക്കുറിച്ച് സംസാരിക്കാനായി. ആദിൽ, ഗുഡ് മോർണിംഗ്. ഓർമ്മിക്കാമോ ആ ഇരുണ്ട കാലം എന്നല്ലേ ആദിൽ ആ വെബ്സൈറ്റ് നമ്മളോട് ചോദിക്കുന്നത്? സോഷ്യൽ മീഡിയ അതിന് മറുപടി പറയുന്നത് ഞാൻ പലയിടങ്ങളിലും കണ്ടിരുന്നു. എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ ആ കാലം എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞ മറുപടി. എന്താണ് ഇത്തരത്തിലൊരു പ്രചരണത്തിന് പുറകിൽ? എന്താണ് ആ പ്രചരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദിൽ? മനു, കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വെബ്സൈറ്റ് സജീവമായിട്ടുള്ള ചർച്ചകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇരുണ്ട കാലം എന്നുള്ള അതിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ അതിൻ്റെ ചർച്ച ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷത. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ UDF ഭരണ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ഈ പറയുന്ന ഭരണ പരാജയങ്ങളെയും വ്യക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന, അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു രൂപരേഖ നൽകുന്ന ഒരു വെബ്സൈറ്റാണ് ഈ പറയുന്ന irundakalam.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. UDF കാലഘട്ടത്തിലെ ഓരോ പ്രധാനപ്പെട്ടുള്ള അഴിമതി ആരോപണം, അതിപ്പോൾ ബാർക്കോഴ ആയിക്കോട്ടെ, സോളാർ അഴിമതി ആയിക്കോട്ടെ, അത്തരത്തിൽ എല്ലാം സമഗ്രമായിട്ടും ഈ പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ KSRTC നേരിട്ടിട്ടുള്ള വെല്ലുവിളികളെ സമഗ്രമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ അപ്രത്യക്ഷമായിട്ട് പോയിട്ടുള്ള ചില ടേമുകളുണ്ടല്ലോ, പവർ കട്ട്, ലോഡ് ഷെഡിങ് പോലുള്ള, അതെല്ലാം ഈ പറയുന്ന UDF കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പവർ കട്ട്, ലോഡ് ഷെഡിങ് പോലുള്ള വിഷയങ്ങളെ, പ്രതിസന്ധികളെ വളരെ വ്യക്തമായി തന്നെ വിശകലനം ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിലുള്ളത്. ഈ പ്രധാനപ്പെട്ട അതായത് അതിൽ മലയാളിയോട് ആ വെബ്സൈറ്റിലൂടെ ചോദിക്കുന്നത്, ആ ഇരുണ്ട കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണോ? അതെ, തീർച്ചയായും മനു. ആ വെബ്സൈറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുണ്ട കാലഘട്ടത്തിലേക്ക്, ഈ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഹാഷ്ടാഗ് കൂടി ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രചാരണം നേടുന്നുണ്ട്. മകനെ തിരിച്ചു വരല്ലേ എന്നുള്ളതാണ് ആ ഹാഷ്ടാഗ്. ആ ഹാഷ്ടാഗിനോടൊപ്പം അന്നത്തെ ഓരോ മന്ത്രിമാരും അവർ നേരിട്ട ആരോപണങ്ങളും അഴിമതി ആക്ഷേപങ്ങളും മുൻനിർത്തിയാണോ അവരോട് തിരിച്ചു വരരുതേ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് വെബ്സൈറ്റിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓരോ വകുപ്പുകൾക്ക് കീഴിലും നടന്നിട്ടുള്ള അഴിമതിയും അതുപോലെ തന്നെ ഭരണ പ്രതിസന്ധികളും എല്ലാം കൃത്യമായിട്ടും ഈ പറയുന്ന തരം തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ മന്ത്രിമാരെയും തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ അഴിമതി ആരോപണങ്ങൾ, അവർ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വെബ്സൈറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ വെബ്സൈറ്റ് ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 ഉദ്ദേശങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെബ്സൈറ്റിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടേം ഉണ്ട്, ജനറേഷണൽ അംനേഷ്യ എന്ന് പറയുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ഏറ്റവും റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണമായിട്ട് കാണുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന 10 വർഷ കാലങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള വികസന മുന്നേറ്റങ്ങളായിക്കോട്ടെ, ഈ നാടിന് വന്നിട്ടുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അതൊരു സ്വാഭാവികമായിട്ടുള്ള കേരളത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ തുടർച്ചയാണെന്ന് വിശ്വസിക്കുന്ന, ആ തുടർച്ചയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് മാത്രം വിശ്വസിക്കുന്ന, ഏത് ഭരണകൂടം ഈ കേരളം ഭരിച്ചാലും ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10 വർഷം മുൻപത്തെ ഈ പറയുന്ന ഭരണ പ്രതിസന്ധികളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു 10 വർഷ കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളല്ല, സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് സാധ്യമാക്കി തീർത്തിട്ടുള്ള ഒരു സർക്കാരിന്റെ വെറുതെ അങ്ങ് മാറിയതല്ല ഈ കേരളത്തെ മാറ്റിയെടുത്തതാണ്.
തീർച്ചയായിട്ടും അതിന് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ആയിക്കോട്ടെ, ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയിക്കോട്ടെ, ഈ പ്രധാനപ്പെട്ടിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എടുത്തു പറയാം, അതിൽ നമുക്ക് എടുത്തു പറയാം. ഇപ്പോൾ അതിൽ ഈ 2 പദ്ധതി പറഞ്ഞല്ലോ. ഒന്ന് നാഷണൽ ഹൈവേ. എന്തായിരുന്നു നാഷണൽ ഹൈവേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചത്? അന്ന് ദേശീയപാത അതോറിറ്റി കേരളത്തെ അവരുടെ ഓഫീസും പൂട്ടി, ഞങ്ങൾ ഇനി ഈ വഴിക്കേ ഇല്ല എന്ന് പറഞ്ഞു പോയവരാണ്. ആ ദേശീയപാത അതോറിറ്റിനെയാണ് 6000 കോടി രൂപ മുടക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കേന്ദ്ര സർക്കാരിന് അങ്ങോട്ടേക്ക് കൊടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് ദേശീയപാതയുടെ പണി ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 590 കിലോമീറ്റർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈൻ. ആ ഗെയിൽ പൈപ്പിലൂടെ ഇന്ന് വാതകം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിലെ ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തവരാണ് ഇന്ന് UDF-ന്റെ കൂടെ നിൽക്കുന്ന പല കക്ഷികളും. നമ്മുടെ ഓർമ്മയിൽ അതുണ്ട്. പവർ കട്ട് ഇന്നത്തെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അറിയാൻ പറ്റുമോ? പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ വാപൊളിച്ച് നിൽക്കും, അവർക്കറിയില്ല. ഈ സ്കൂളുകളിൽ കയറാൻ പറ്റുമായിരുന്നോ? അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പുസ്തകമുണ്ടായിരുന്നോ? ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത് പഠിച്ച കാലമില്ലായിരുന്നോ? ആശുപത്രികളിൽ മരുന്നുണ്ടായിരുന്നോ? മര്യാദയ്ക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും മനു, ഈ ഒരു 10 വർഷം കൊണ്ട് ഈ പറയുന്ന മനു ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ വികസന മുരടിപ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം കേരളത്തിന് സാധ്യമാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെ നിലനിന്നത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നും സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല, അസാധാരണമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് സാധ്യമാക്കി തീർത്തതാണ് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിലുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു 10 വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ള 20-25 വയസ്സിന് ശേഷമുള്ള ആളുകൾ, ആ ഒരു പറയുന്ന പുതിയ വോട്ടർമാരെ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ടല്ലോ. ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം മുൻപത്തെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണകളില്ലാത്തവരായിരിക്കാം, ചെറിയ കുട്ടികളായിരിക്കും ആ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ 10 വർഷം കൊണ്ട് കേരളം മാറിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ചിത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, ഇതൊന്നും ഈ പറയുന്ന സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വന്നതല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, ഇതിനൊരു തുടർച്ച ഉണ്ടാകണമെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വെബ്സൈറ്റ് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത്, ഈ പറയുന്ന ഇരുണ്ട കാലഘട്ടം വീണ്ടും തിരിച്ചു വരണമോ എന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കേരളത്തിൻ്റെ സമൂഹത്തിന് മുൻപിൽ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സുപ്രധാനമായിട്ടുള്ള ചുവടുവെപ്പാണ് ഈ സാധ്യമാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഈ പറയുന്ന വെബ്സൈറ്റും അതിനോട് സമാനമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഹാഷ്ടാഗുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. മനു.